ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടു അല്ലേ. എക്സ്പെരിമെൻ്റലി നമ്മളിതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് ദിസ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഡെൽറ്റ ടി എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. എം എന്ന് പറയുന്നത് എന്താണ്? മൊളാലിറ്റിയാണ്. എന്താണ് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഡെൽറ്റ ടി എഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിനെയാണ്. ദിസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. അതിനുശേഷം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റിക്കൊണ്ട് നമുക്ക് ഈക്വൽ ടു സിമ്പൽ എഴുതാം. അപ്പോൾ ഈക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന് കാണാം. എന്താണ് കെ എഫ് എന്ന് പറയുന്നത്? കെ എഫ് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് പ്രത്യേക പേരുണ്ട്. കെ എഫ് എന്ന് പറയുന്നത് കെ എഫ് ഈസ് കോൾഡ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ 3 പേരുകളിലാണ് കെ എഫ് അറിയപ്പെടുന്നത്. ഓരോ ലിക്വിഡ്സിനും അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് കെ എഫ് വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ലിക്വിഡിൻ്റെ കെ എഫ് വാല്യൂവും മൊളാലിറ്റി ഓഫ് ദാറ്റ് സൊല്യൂഷനും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ, എങ്ങനെയാണ് ഈ മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുക? അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ കെ എഫ് എന്ന രീതിയിലേക്ക് മാറ്റി എഴുതണം. കെ എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഡിവൈഡ് ബൈ എം, അല്ലെങ്കിൽ ഡെൽറ്റ ടി എഫ് ഡിവൈഡ് ബൈ മൊളാലിറ്റി എന്ന് എഴുതാം. എപ്പോഴാണോ മൊളാലിറ്റി 1 ആകുന്നത് അല്ലെങ്കിൽ യൂണിറ്റി ആകുന്നത്? വെൻ എം ഈസ് ഈക്വൽ ടു 1. എപ്പോഴാണോ മൊളാലിറ്റി യൂണിറ്റി ആകുന്നത് നമുക്ക് പറയാം ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ്. അതായത് എപ്പോഴാണോ മൊളാലിറ്റി യൂണിറ്റി ആകുന്നത് ആ സമയത്തെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെയാണ് മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ. ഇനി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്ന പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഫ്രം ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അതിനായിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെ തുടങ്ങാം. നമുക്കറിയാം ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന ഇക്വേഷനെ നമ്മൾ നമ്പർ 1 എന്നായി മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. നമുക്കറിയാവുന്ന കാര്യമാണ് കെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ആണെന്നും അല്ലെങ്കിൽ മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാലിറ്റി ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ മൊളാലിറ്റി എന്നതിന് പകരം നമുക്ക് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ബട്ട് എം ഈസ് ഈക്വൽ ടു, എം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അതുകൊണ്ട് തന്നെ എം എന്നതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം W2 ബൈ M2 ഡിവൈഡഡ് ബൈ W1 ബൈ 1000 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 W2 ഡിവൈഡഡ് ബൈ W1 M2 എന്നെഴുതാം. ഈ ഒരു ഫോർമാറ്റിനെ എം ഈസ് ഈക്വൽ ടു 1000 W2 ഡിവൈഡ് ബൈ W1 M2 എന്നുള്ളതിനെ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ M in equation 1. ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്.
അതുകൊണ്ട് തന്നെ the equation changes to delta TF is equal to KF into 1000 into W2 divided by W1 into M2 എന്ന് നമുക്ക് കിട്ടുന്നു. പിന്നെ നമുക്കറിയാം ഡെൽറ്റ ടി എഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു 1000 ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2 എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. കെ എഫ് എന്ന് പറയുന്നത് മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. W2 എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. W1 എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. M2 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു M2 ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു KF ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു ഡെൽറ്റ ടി എഫ്. ഓരോ പാരാമീറ്റേഴ്സും എന്താണെന്ന് നോക്കാം. വേർ KF is cryoscopic constant, W2 is mass of solute, W1 is mass of solvent, delta TF is depression of freezing point. അതായത് ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റും മാസ് ഓഫ് സൊല്യൂട്ടും മാസ് ഓഫ് സോൾവെൻറ്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റും നമുക്കറിയാമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ട സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് എന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റിനെയും അതുപോലെ മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റിനെയും പറ്റി നമ്മൾ കണ്ടു. ഇവയെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവ പ്രധാനമായും നേച്ചർ ഓഫ് സോൾവെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് കെ എഫിൻ്റെ വാല്യൂവും കെ ബിയുടെ വാല്യൂവും നേച്ചർ ഓഫ് സോൾവെൻറ്റിനെയാണ് പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവയെ നമ്മൾ പഠിച്ച മെത്തേഡ് കൂടാതെ വേറെ മെത്തേഡ്സ് വഴിയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം കെ എഫ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു M1 ഇൻറ്റു ടി എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൽറ്റ എച്ച് ഫ്യൂഷൻ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കെ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്? ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാമല്ലേ അതിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. അതുപോലെ M1 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. ടി എഫ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണ്. ഡെൽറ്റ എച്ച് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഓഫ് ദ സോൾവെൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? കെ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കെ ബി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. ഇത് കണ്ടുപിടിക്കാനായിട്ടും ഒരു ഇക്വേഷൻ ഉണ്ട്. ആർ ഇൻറ്റു M1 ഇൻറ്റു ടി ബി സ്ക്വയർ ഡിവൈഡ് ബൈ 1000 ഇൻറ്റു ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ. ഇവിടെ ഒരു പുതിയ ടേം ഉള്ളത് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ആണ്. അതായത് എൻതാൽപ്പി അസോസിയേറ്റഡ് വിത്ത് ദ വേപ്പറൈസേഷൻ ഓഫ് സോൾവെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യാം. കെ എഫും കെ ബിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസാണ് നമുക്ക് പ്രോബ്ലംസിനായിട്ട് ഓൾറെഡി ക്വസ്റ്റ്യനുകൾ തരുന്നത്. നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ മാത്രമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേഷൻസ് ഒന്നും ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ല. ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. കെ എഫും കെ ബി വാല്യൂസും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണെന്ന്.